കേരള സ്കൂൾ കലോത്സവത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധ്യാപകരുമായി ഒരു സ്വല്പസമയം നമുക്ക് ചിലവഴിക്കാം. മാഷ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പം പ്രത്യേകിച്ച് മാഷോട് ചോദിക്കാൻ വരുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെ കലോത്സവങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ കലോത്സവത്തെ മുന്നോട്ട് നയിച്ച ഒരു സ്കൂള് നമ്മുടെ ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ വളരെയേറെ പേരെടുത്ത് ചർച്ച ചെയ്യപ്പെട്ട് വളരെ വൻപിച്ച വിജയത്തിൽ ഈ പരിപാടി നടത്തി പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂള്. ഈ പ്രോഗ്രാം ഇത്ര വിജയത്തിലെത്തിക്കാൻ സാറിന് അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വിശദീകരിക്കാം. നവംബർ 3, 4, 5, 6 തീയതികളിലാണ് ചിറ്റാരിക്കൽ ഉപജില്ലാ കലോത്സവം പാലാവയൽ ദേശം 20 വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ജോൺ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുത്ത് നടത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ പാലാവയൽ ദേശവാസികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനും PTA-ക്കും മാനേജറിനും അതിയായ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു മേള അത് ഗംഭീരമായിട്ട് വിജയിപ്പിച്ചതിലുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ ക്രോഡീകരണം, അതിൻ്റെ പ്ലാനിങ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് 2 മാസങ്ങൾക്ക് മുൻപ് പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി 16 സബ് കമ്മിറ്റികൾ കൂടുകയും പ്രാദേശിക കമ്മിറ്റി കൂടി ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയുണ്ടായി. ഒരു മേളയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ. സാറിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഏറ്റവും മുന്നോടിയായിട്ട് നമുക്കൊരു പ്രോഗ്രാമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ പ്രോഗ്രാമിൻ്റെ കൺവീനറായി ചുമതലയുള്ള ഞങ്ങളുടെ സ്കൂളിലെ റോഷി സാറ് ഇത്ര ഗംഭീരമായിട്ട് വളരെ ഭംഗിയായിട്ട് ആ പ്രോഗ്രാം കൺവീനർ എന്ന സ്ഥാനം വളരെ നന്നായിട്ട് അത് പെർഫോം ചെയ്തുകൊണ്ട് ആ മേളയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ബാക്കി എല്ലാവരോടും കൂടി അത് ചെയ്യുകയുണ്ടായി. മാഷ, ഒരു സംശയം അതിനിടയ്ക്ക്, മാഷ് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, അതുപോലെ രക്ഷകർത്താ സമിതിയുടെ സ്ഥാനം വഹിക്കുന്നതാണ്. ഇത് മേളയോട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ? ഞാൻ മേളയുടെ ജനറൽ കൺവീനറാണ്. എന്ന് പറഞ്ഞാൽ 16 കമ്മിറ്റികളെയും ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഏകോപിപ്പിച്ച് മേള വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ജനറൽ കൺവീനർ എന്ന നിലയിൽ എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത്. PTA പ്രസിഡന്റ് വർക്കിംഗ് ചെയർമാനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്മിറ്റികളും വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അത് സ്റ്റേജിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്ത്, വേണ്ട കാര്യങ്ങൾ കുറവുണ്ടോ അതെല്ലാം നികത്തിക്കൊണ്ട് അത് പ്രോപ്പറായിട്ട് മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം വർക്കിംഗ് ചെയർമാനായ PTA പ്രസിഡന്റ് സോമി അറക്കലിനുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ശരിക്കും ഒരു കെമിസ്ട്രി ആയിരുന്നു. ഞങ്ങൾ 3 പേരും, അതായത് റോഷി സാറും ഞാനും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് സോമിയും കൂടെ ശരിക്കും ഒരു കെമിസ്ട്രി അവിടെ വർക്കൗട്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കൂടുകയും ബാക്കിയുള്ള അധ്യാപകരും അതുപോലെ തന്നെ ബാക്കി PTA മെമ്പർമാരും നാട്ടുകാരും ഒന്നിച്ച് വന്നപ്പോൾ ആ മേള ഭംഗിയായിട്ട് ഒരാളെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. കാരണം ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. ആ കമ്പൈൻഡ് എഫേർട്ട് വളരെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് വിജയം. ഇതിലെത്ര സ്കൂളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്? 52 സ്കൂളുകൾ പങ്കെടുത്തിരുന്നു. LP മുതൽ ഹയർ സെക്കൻഡറി വരെ 52 സ്കൂളുകൾ പങ്കെടുത്തു. 4000-ഓളം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10,000 പേർക്ക് ഞങ്ങളിവിടെ ഭക്ഷണം വിളമ്പുകയുണ്ടായി. നാട്ടിൽ വളരെയേറെ വലിയ ചർച്ചയായിരുന്നു. ഇത്രത്തോളം വിജയിപ്പിച്ച ഒരു സംരംഭം ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ ഇവിടെ വരാനും ഈ കാര്യം അറിയാനും വേണ്ടി വന്നത്. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം അതിൻ്റെ സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തികം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇഷ്യൂസ് നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഇഷ്യൂസ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രാഥമികമായിട്ട്. കാരണം അത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഈ കലോത്സവത്തിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിലെ അധ്യാപകൻ റോഷി സാർ എന്നെ വലിയാടാക്കിക്കൊണ്ട് ഒരു വാർത്ത പ്രചരിച്ച് കേട്ടോ വലിയ സങ്കടം തോന്നി ആ കാര്യം കേട്ടപ്പോൾ. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടി ഒരു കഷ്ടപ്പെട്ട് 2-3 മാസക്കാലത്തെ വലിയൊരു പ്രയത്നത്തിൻ്റെ ഫലമായാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയ റോഷി സാറായിരുന്നു. കാരണം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ 2 ജില്ലകൾ, പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും പിന്നെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇതിൻ്റെ അഭ്യുദയ കൗൺസിലൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതിൻ്റെ കർഷകർ പോയി. അങ്ങനെ പോയ ഒരു വഴിക്ക് ഞങ്ങൾ കുണ്ടതരത്തിൽ അവിടുത്തെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറും ഒരു ലോഡ്ജ് നടത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ അവിടെ പിരിവിന് പോയി.
പിന്നെ പോയി അത് കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അദ്ദേഹം വളരെ സൗഹാർദ്ദപരമായി ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. പുതിയ സംരംഭമാണ് ലോഡ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. പിന്നെ ചർച്ചയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റോഡ് സാറിൻ്റെയും നാട് ഒരു നാടാണ്. ആ നാട്ടിലെ ഉണ്ടായ പള്ളിയുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ, അവിടുത്തെ പള്ളിപണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പള്ളിപണിയുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷേപ കാര്യങ്ങളൊക്കെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അത് ചർച്ചാ വിഷയമായി. പിന്നെ അതുമായി ബന്ധപ്പെട്ടും മറ്റേ അന്ന് നടത്തിയ ആ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമൊക്കെ നടന്നുവെന്നും ഇങ്ങനെയൊക്കെ സംസാരത്തിൽ വരികയും, അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം മുമ്പോട്ട് പോയപ്പോൾ കലോത്സവത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിന് ഒരു 2000 രൂപ സാറ് അന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചതിനകത്ത് സാർ അന്നേരത്തിന് 2000 രൂപ റെസീറ്റ് എഴുതിയിരുന്ന കഴിഞ്ഞിട്ട് അത് ഇല്ല, അത് 1000 രൂപ തരാൻ പറ്റുമോ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ 2000 രൂപ ഉള്ള റെസീറ്റ് ക്യാൻസൽ ചെയ്ത് 1000 രൂപയ്ക്ക് ഉള്ള ഒരു കൂപ്പൺ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ സംസാരങ്ങൾ ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളൊക്കെ ആ രീതിയിൽ വന്നപ്പോൾ തർക്ക വിഷയങ്ങളുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. തർക്ക വിഷയങ്ങളുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങളൊക്കെ തർക്കിച്ചു. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിനപ്പുറത്ത് ഒരു രീതിയിലുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഇവരെ പറഞ്ഞു കേട്ട സ്ഥിതിക്കാണെങ്കിൽ സാറ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടിയെന്നും അകാരണമായി മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനും മെന്റൽ സാറും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മെന്റൽ സാറും റോഷി സാറും മാത്രമേ പിരിവിന സമയത്തോടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊരു കാര്യം അവിടെ നടന്നതേയില്ല. സത്യവിരുദ്ധമായ ഒരു കാര്യം കേട്ടപ്പോൾ ഈ കലോത്സവമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് പോയപ്പോൾ ഇങ്ങനെ റോഷി സാറിന് വ്യക്തിപരമായ രീതിയിൽ അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിരുന്നു. അതിയായ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. അതിനെപ്പറ്റി പറയുമ്പം എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, റോഷി സാറ് ഞാൻ ഉൾപ്പെടുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റ് വളരെ ഭംഗിയോടുകൂടി 5 വർഷം ഭരിച്ച ഒരാളാണ്. അപ്പം റോഷി സാറിനെ പറ്റി വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടാണ് ഞാൻ. അപ്പം ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കാര്യം പൂർണ്ണമായി ഉത്തരവാദിത്തത്തോടു കൂടി നടപ്പിലാക്കി വിജയിപ്പിക്കുക എന്നുള്ള കാര്യം 100% അറിയുന്ന ആളാണ് ഞാൻ. അതാണ് ഞാൻ ഇങ്ങനൊരു പ്രശ്നം കേട്ടപ്പോൾ ഞാനിവിടെ വരാനും ഇതിനെക്കുറിച്ച് അറിയാനും വേണ്ടി ശ്രമിച്ചത്. നമ്മൾ കലോത്സവത്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നതെങ്കിലും ഇതുപോലൊരു മോശമായ ഒരു അഭിപ്രായം കേട്ടുകൊണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വന്നത്. ഓക്കെ, ഇത്രയും നേരം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിനും ഒരുപാട് നന്ദി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് റോഷി സാറിൻ്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, താങ്ക് യു. ശരി, ഞാൻ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെക്കുറിച്ച് എന്നറിയാൻ വേണ്ടി പലരും സ്കൂളിൽ പോയിരുന്നു. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മാഷെക്കുറിച്ച് വലിയൊരു അപവാദം കേട്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചൊന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും ജനങ്ങളത് അറിയേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ്. ചെറുപുഴ പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെയും കൂടി ഒരു ബാധ്യതയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്നതിൽ എനിക്ക് ഏറെ സന്തോഷം. ഈ വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവം നടന്നത് പാലാവയൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, എൻ്റെ വിദ്യാലയം. നവംബർ 3, 4, 5, 6 തീയതിയിലാണ് സുരേഷ് നടന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ നാട് ഒട്ടാകെ പണിയെടുത്തു. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കാൻ എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മെന്റൽ മാത്യു സാർ, എൻ്റെ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റ് ശ്രീ സോമി ജോർജ് അറയ്ക്കൽ, പിന്നെ പ്രാരംഭഘട്ടത്തിൽ ഞാനടക്കം 3 പേരാണ് ഇതിൻ്റെ സംഘാടനവുമായി. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമാഹരണവുമായി പോയത്. അപ്പോൾ ഞങ്ങൾ ചെറുപുഴ പഞ്ചായത്തിലും ഈസ്റ്റലരി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ പോയി. വലിയൊരു ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമായി വന്നു. അത് ഞങ്ങൾ അതിൻ്റെ സമാഹരണത്തിൻ്റെ യജ്ഞം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഒക്ടോബർ മാസം 15-ാം തീയതി ചെറുപുഴ കാക്കയഞ്ചാൽ കുണ്ടന്തരത്തിലുള്ള കോഴിച്ചാൽ എൻ്റെ നാട്ടുകാരനായ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നത്. വളരെ സൗഹൃദപരമായി അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലോഡ്ജിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയും ഞങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച് അദ്ദേഹം മെല്ലെ മെല്ലെ ഓരോ എന്താ പറയുക, വെൽ പ്ലാൻഡായി ആക്ഷേപത്തിലേക്ക് കടന്നു. ആദ്യം ആക്ഷേപിച്ച് തന്നെയല്ല, എൻ്റെ ഇടവകയാണ്. എൻ്റെ ഇടവകയിലെ അന്നത്തെ 2015 പള്ളി പണിത എടാട്ടച്ചനെയാണ്. എടാട്ടച്ചൻ അത് എങ്ങനെ തുടങ്ങിയത്? നിങ്ങൾ കോഴിച്ചാലുകാരെന്ത് ഉണ്ണാക്കന്മാർ, എടാട്ടച്ചൻ 15 ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് പോയി നിങ്ങൾ അറിഞ്ഞോ? ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ഇങ്ങനെ? ഇദ്ദേഹം ഒരു അവിടുത്തെ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ആളൊക്കെ ആയി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയാം, ഞാൻ തന്നെയുമല്ല മെൻ്റൽ സാറും സോമിയും, ഒരാൾ തോമാപുരം ഇടവകയിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ പാലാവയൽ ഇടവകയിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അവർക്ക് പള്ളിയുമായുള്ള നല്ല ബന്ധങ്ങളായിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം? അപ്പം പറയാണ്, ചെറുപാറ പള്ളി പണിതപ്പോൾ എടാട്ടച്ചൻ 15 ലക്ഷം രൂപ അവിടുത്തെ അന്നത്തെ കരാറുകാരന് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ വന്നപ്പോൾ
ആ കോൺട്രാക്ടറെ തന്നെ കോഴിച്ചാല് പള്ളി പണിയാൻ ഈ അച്ഛൻ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ ഇവിടെ ഈ കോഴിച്ചാല് പള്ളിയിലെ പൈസ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തിട്ടാണ് അയാളുടെ കടം തീർത്തത്. ഫലത്തിൽ കോഴിച്ചാലുകാർക്ക് 15 ലക്ഷം രൂപ നഷ്ടം. അപ്പം ആരാ കള്ളനായത്? മനസ്സിലാക്കണം, കള്ളനായതാരാണ്? എനിക്ക് വേദനയുണ്ടായി. എൻ്റെ ഒരു മുൻ വികാരിയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഇപ്പോൾ അവിടെ എന്തോ ചാരുബെഞ്ച് പണി, ഞങ്ങളുടെ ബെഞ്ച് പള്ളി പണിയുന്നു. ഇത്രയും പൈസ പള്ളി ഒരു ബെഞ്ചിന് 16,000 രൂപയാണ് പറയുന്നത്. 16,000 രൂപ ഞാൻ 12,000 രൂപയ്ക്ക് എത്ര ചാരുബെഞ്ച് വേണമെങ്കിലും ഞാൻ പണം കൊടുക്കാം. 4,000 രൂപ 100 ചാരുബെഞ്ചിന് ആരാ കള്ളനാവുന്നത്? എൻ്റെ ഇപ്പോഴത്തെ ഇടവക വികാരി. അപ്പോൾ അദ്ദേഹം ആദ്യം പള്ളിയുമായി ആക്ഷേപം ഉന്നയിച്ചു. പിന്നെ അദ്ദേഹം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നു. അദ്ദേഹം പൊളിറ്റിക്കലായി കടന്നു. എൻ്റെ പഞ്ചായത്ത് മെമ്പർ, കോലുവള്ളി പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിരിവ് കൊടുത്തു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് പിരിക്കാനേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ കോൺഗ്രസ്സുകാരനായി അല്ല വന്നത്. ഞാൻ വന്നത് എൻ്റെ പ്രിൻസിപ്പൾ, എൻ്റെ PTA പ്രസിഡന്റ് സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ പറഞ്ഞു 15 കൊല്ലം. ഞാൻ പറഞ്ഞു 15 കൊല്ലം മുമ്പ് നമ്മൾ തമ്മിൽ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ആക്ഷേപം എന്നെക്കുറിച്ചോ എൻ്റെ പാർട്ടിയെക്കുറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം എനിക്ക് ഇപ്പോഴാണ് പറയാൻ അവസരം കിട്ടിയത്, അദ്ദേഹം പറയാം. അപ്പോൾ ഇദ്ദേഹം എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതായി എനിക്കും തോന്നി, എൻ്റെ കൂടെ വന്ന പ്രിൻസിപ്പളിനും തോന്നിയുണ്ട്. എന്നോട് ആ ഒരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കോലുവള്ളി മെമ്പറെ ആക്ഷേപിച്ചു, KPCC മെമ്പർ കൃഷ്ണമാഷെ ആക്ഷേപിച്ചു, ടൗൺ ബാങ്ക് വിടുന്നപ്പോൾ പൈസ കൊടുക്കാൻ ബാക്കിയിട്ടില്ലെന്ന് ആക്ഷേപിച്ചു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എപ്പോൾ 2013 ചെറുപുഴ ലയൺസ് ക്ലബ്ബ് ഇദ്ദേഹം പണിത് പോലും. അന്ന് ആ പണിയുമായി ബന്ധപ്പെട്ട എന്തോ തർക്കമുണ്ടായപ്പോൾ പഞ്ചായത്തിൽ മധ്യസ്ഥത്തിന് വന്നു, ഞാൻ ആ ഇടപെട്ടില്ല, പെരിങ്ങോ സ്റ്റേഷനിലേക്ക് വിട്ടു, അവിടെ നിന്ന് ഇദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് 12-13 വർഷം മുമ്പ് നടന്ന കാലമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹകരിക്കുക. 2,000 രൂപയുടെ കൂപ്പൺ എഴുതി ശരിയാണ്. അദ്ദേഹം പറഞ്ഞു 1000 രൂപയെ തരുള്ളൂ. ഞങ്ങൾ പറഞ്ഞു മതി, 1000. ഞങ്ങൾ കൂപ്പൺ പിൻവലിച്ച് 1000 രൂപയുടെ കൂപ്പൺ കൊടുത്ത് പൈസയും വാങ്ങി ഇറങ്ങുമ്പോൾ ഇദ്ദേഹം വീണ്ടും ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഞാനും തർക്കിച്ചു എന്നുള്ള സത്യമാണ്. എൻ്റെ പാർട്ടിയെ, എൻ്റെ ഇടവകയെ ഒക്കെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു, അല്ലെങ്കിൽ വാക്കാൽ നന്നായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എന്നോട് പ്രതികരിച്ചു. അതിനുശേഷം സാറ് പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ സംസാരമൊന്നും വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി, റോഡിലിറങ്ങി. എൻ്റെ കാറിലാണ് പോയത്. ഞാൻ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി, ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അടുത്ത് വരികയാണ് അദ്ദേഹം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വെച്ചു, എന്താണ് എൻ്റെ ഉദ്ദേശം? സാറ് പറഞ്ഞു, വണ്ടി കയറും സാറേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്ത് പോന്നു. ഇത്രയും ഉണ്ടായ സംഭവം. അതിനാണ് പറയുന്നത്, അന്ന് തന്നെ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ ആക്ഷേപം. ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായ ആസൂത്രണമാണിത്. വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് 4 വോട്ട് പിടിക്കാൻ ആ നാട്ടിൽ ഇത്രയും നിന്ദ്യമായ നമുക്ക് പറയണ്ടേ, ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കേണ്ട കാര്യം? എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ CCTV ഉണ്ടല്ലോ അവൻ്റെ റൂമിൻ്റെ മുമ്പിൽ, പുറത്തുവിടട്ടെ. CCTVയിൽ ഞാൻ അദ്ദേഹത്തെ ചവിട്ടി, അദ്ദേഹത്തെ അടിച്ചു വന്ന് അതിൻ്റെ യഥാർത്ഥ ദൃശ്യം പുറത്തു വിടുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ജോയിസ് പുത്തമ്പർ, എൻ്റെ എതിർ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനോട് ഞാൻ പ്രവർത്തിക്കാൻ നാളെ ഞാൻ വീട് കയറാൻ പോകും. അത്ര തൻ്റെ ഇടത്തോടെ എനിക്കത് പറയാൻ സാധിക്കും. സത്യമായി നിലനിൽക്കണം. വേണ്ടേ? ഈ നാട്ടിൽ വിജയപരാജയങ്ങളുണ്ടാവാം, തിരഞ്ഞെടുപ്പ് വരും പോകും. പക്ഷേ സത്യമായും അതിനെ അംഗീകരിച്ചു കൊണ്ടുവന്നൊരു സമൂഹമായി നമ്മുടെ മുമ്പിൽ ആളുകളുണ്ടാവണം. വളച്ചൊടിക്കാൻ പാടില്ല. കേവലം ലാഭത്തിന് വേണ്ടി ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനും. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് വളരെയധികം വേദനിച്ചു. കാരണം അവരൊക്കെ ഇതൊന്നും അറിയുന്നില്ല. അത്ര നീചമായി. ഞാനൊരു അവസാനമായി എടുത്ത തീരുമാനം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണം നടത്തുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായ തെളിവ് ഞാൻ ശേഖരിക്കും, ഞാൻ നിയമ നടപടി സ്വീകരിക്കും. ഇന്ന് ഞാനൊരു സ്ഥാനാർത്ഥി കൂടിയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ്. എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, എൻ്റെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിൽ ഈ പ്രചരണം ആര് പ്രചരണം നടത്തിയാലും, വീട് കയറി എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായാലും ആരായാലും, ഈ വ്യക്തിക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച് ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്, ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ കാര്യത്തിൽ. തെളിവുണ്ടെങ്കിൽ പുറത്തു വിടുന്നു. അതില്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. അത് റോഷി എന്നല്ല, നാളെ സുരേഷിനെ ആണെങ്കിലും നാളെ ഈ സമൂഹത്തിലെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ച് ആക്ഷേപിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് നമ്മുടെ നാടിന് ഗുണകരമല്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതിനുവേണ്ടി എന്തെങ്കിലും ഇവർക്ക് തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. ഒരു കാര്യം കൂടി, എൻ്റെ ദൈവാധീനമെന്ന് പറയാം, എൻ്റെ പ്രിൻസിപ്പളും എൻ്റെ PTA പ്രസിഡൻറ്റും എൻ്റെ ഇടതും വലതും ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സത്യം അവർക്കറിയാം, അതിന് സാക്ഷികളുണ്ട് എന്നതാണ് ഇതിന് എനിക്ക്. ഞാൻ ഇപ്പം PTA പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളെ കണ്ടിരുന്നു. അവരും വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഷി സാറുമായിട്ട് ഞാൻ ഇന്നുള്ള പരിചയമല്ല. ഇതിനു മുമ്പും ഞാൻ രാഷ്ട്രീയത്തിൽ റോഷി സാറിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നടക്കം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിന് നേരെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി
ഊർജ്ജസ്വലമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇന്ന് പോലും ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു, ഇവർക്ക് എൻ്റെ PTA പ്രസിഡന്റിനും എൻ്റെ പ്രിൻസിപ്പളിനും ഒരു രാഷ്ട്രീയമില്ലെന്നേ. അവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കലോത്സവം വിജയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയം. അല്ലാണ്ട് ഇവർക്കെന്ത് രാഷ്ട്രീയം? എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട്, ഞാൻ സ്ഥാനാർത്ഥിയാണ്, അതൊക്കെ ഓക്കെ. സ്കൂളിൽ കാണിക്കാറില്ല, അത് ഞാൻ സ്കൂളിൽ കാണിക്കാറില്ല, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അതൊന്നും കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇത് ജനങ്ങളെ അറിയിക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ എന്നോട് എനിക്ക് വളരെ സന്തോഷം. ഏതായാലും ഇത്രയൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്ര തീർച്ചയായിട്ടും ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. സത്യം ജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.